വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇത് നമ്മൾ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ തറയാണ്. ആ ക്ഷേത്രത്തിൻ്റെ തറയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ്, താഴത്തെ ഒരു കട്ടിങ് പോലെ നിങ്ങൾക്ക് കാണാം, ഈ ഭാഗത്തിനെയാണ് നമ്മൾ പാതുകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ കട്ടിങ് വരുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ജഗതി എന്ന് പറയും. ആ ജഗതിക്ക് മുകളിലാണ് 3 കട്ടിങ്ങോട് കൂടിയ ആ ഭാഗമാണ് കുമുദം എന്നുള്ള പേരിൽ അറിയപ്പെടുക. അതിനകത്തുനിന്ന് വലിച്ച് അതായത് ഉള്ളിലേക്ക് നീക്കിയിട്ട് ഒരു ഭാഗം കാണുന്നതിൽ അതിന് ഗളം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിന് മുകളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് പടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഇതിൽ 5 ഭാഗങ്ങളാണ് ഈ ഒരു തറയ്ക്ക് വരുന്നത്. ഒന്ന് മുകളിൽ പടി, അതിൻ്റെ താഴെ ഗളം, അതിൻ്റെ താഴെ കുമുദം, അതിൻ്റെ താഴെ ജഗതി, അതിൻ്റെ ഏറ്റവും താഴെ പാതുകം. ഇതിന് പഞ്ചവർഗം എന്നാണ് ഈ തറയുടെ പേര് പറയുക. ഇതിൽ തന്നെ 7 അംശവും പഞ്ചവർഗമുണ്ട്, 14 അംശവും പഞ്ചവർഗമുണ്ട്. അങ്ങനെ മുകളിലേക്ക് അംശകത്തിൻ്റെ എണ്ണം കൂടുന്തോറും ഇതിൻ്റെ വലുപ്പത്തിലും കാര്യത്തിലുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുമുദത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ പടി കാണാം ഗളത്തിൻ്റെ ഇതിൽ, അതിന് ഗളപ്പടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ താഴത്തൊരു പടി, ഈ പടിയുടെ താഴത്തൊരു പടി ഉണ്ടാവും, അതിന് ഉപപ്പടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ഈ ഗളത്തിനെ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയാണ് സാധാരണ ഒരു ചെറിയ അമ്പലത്തിൻ്റെ ഒരു തറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഇത്ര വിശദമായിട്ട് പറഞ്ഞ് തരുന്ന വീഡിയോസ് കാണുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ഡിസൈൻ ഈ തറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് 5 ഭാഗങ്ങളാണ്, അതിനെയാണ് പഞ്ചവർഗം എന്നുള്ള പേരിൽ അറിയപ്പെടുക. എല്ലാവർക്കും ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമോ നമഃ ശിവായ.